തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വലിയ നിധിശേഖരം ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുപോലെ അമേരിക്കയിൽ വല്ല നിധിശേഖരം ഉണ്ടോ? അമേരിക്കയിൽ നിധിയല്ല, സ്വർണ്ണശേഖരമുണ്ട്. അമേരിക്കയുടെ സ്വർണ്ണശേഖരം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ നിയന്ത്രിക്കുന്നത് ഒരു പക്ഷേ വേണമെങ്കിൽ ഈ അമേരിക്കയുടെ നിധിശേഖരം എന്ന് പറയാം. സ്വർണ്ണമാണ്. അമേരിക്കയുടെ പക്കൽ 8100 ടൺ സ്വർണ്ണമുണ്ട്. 8100 ടൺ സ്വർണം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ. ലോകത്തിലുള്ള സ്വർണ്ണ നിക്ഷേപങ്ങളുടെ, അതായത് അമേരിക്കയുടെ വിദേശ നാണ്യ നിക്ഷേപത്തിൻ്റെ 78% സ്വർണ്ണമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശമുള്ള രാജ്യം സർക്കാരിൻ്റെ പക്കലുള്ളത് അമേരിക്കയുടെ പക്കലാണ്. അതിൽ 4500 ടൺ സ്വർണവും സൂക്ഷിച്ചിരിക്കുന്നത് അമേരിക്കയിലെ ഒരു ഉരുക്കു കോട്ട എന്ന് പറയുന്ന ഫോർട്ട് നോക്സ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫോർട്ട് എന്ന് പറഞ്ഞാൽ കോട്ട, നോക്സ്, KNOX, ഫോർട്ട് നോക്സ്. ഈ ഫോർട്ട് നോക്സ് ഒരു മിലിറ്ററി താവളമാണ്. 1936 US ആർമിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു മിലിറ്ററി ബേസിലാണ് ഈ ഫോർട്ട് നോക്സ് എന്ന് പറയുന്ന ഈ സ്ഥലം. അവിടെയാണ് അമേരിക്കയുടെ പക്കലുള്ള 8100 ടൺ സ്വർണത്തിൽ 4500 ടണ്ണും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത് അതീവ സുരക്ഷാ സന്നാഹങ്ങളാണ്. ഇത് കെൻറ്റക്കി കൗണ്ടി എന്ന് പറയുന്ന, കെൻറ്റക്കി സ്റ്റേറ്റ് എന്ന് പറയാം, ആ കെൻറ്റക്കി കൗണ്ടിയിലാണ് ഈ ഫോർട്ട് നോക്സ് ഉള്ളത്. അവിടെ ഉരുക്കും മറ്റേ ഗ്രാനൈറ്റും ഒക്കെ നിർമ്മിച്ച ഒരു വലിയ കോട്ടയിൽ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത് പറയാം. ചുറ്റും സൈന്യമാണ്, സൈനിക താവളമാണ്. അവിടെ ഈ ടാങ്ക് യുദ്ധത്തിൻ്റെ പരിശീലനമൊക്കെ നടക്കുന്ന ഒരു മിലിറ്ററി ട്രെയിനിങ് സ്കൂളും അവിടെയുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ, ടാങ്ക് കൊണ്ട് ഉള്ള വാർഫെയർ പരിശീലിപ്പിക്കുന്ന സൈനിക താവളമാണ്. അപ്പോൾ അത്ര സുരക്ഷയിലാണ് ഈ ഫോർട്ട് നോക്സിൽ ഈ 4500 ടൺ സ്വർണ്ണം ഇരിക്കുന്നത്. ഈ 4500 ടൺ സ്വർണ്ണം ഇരിക്കുന്ന നിലവറ 51 വർഷമായിട്ട് തുറന്നിട്ടില്ല. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇലോൺ മസ്കും പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഈ നിലവറ തുറന്നു പരിശോധിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ 51 വർഷമായിട്ട് ഇത് ഓഡിറ്റ് ചെയ്തിട്ടില്ല. 1936 ഈ ഫോർട്ട് നോക്സ് ഉണ്ടായി. 37 ആദ്യമായിട്ട് അവിടെ സ്വർണം കൊണ്ടുവച്ചു. പിന്നെ 1974 US മിൻറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സ്വർണ്ണ ശേഖരം കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ്. US മിൻറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പക്കലുള്ള ഗോൾഡിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സർക്കാർ വകുപ്പ്. US മിൻറ്റിൻ്റെ നേതൃത്വത്തിൽ 1974 അവിടെ പരിശോധന നടത്തി. അവിടെ പ്രവേശനം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അനുമതിയുള്ള ഏതാനും ഉദ്യോഗസ്ഥർക്കും മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. അപ്പോൾ 4500 ടൺ സ്വർണം അവിടെ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അവസാനം പരിശോധിച്ച 1974 ഇത് 4500 ടൺ സ്വർണ്ണമുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ സ്വർണം ആ അളവിലുണ്ടോ, അതവിടെ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. പല തിയറികളുണ്ട്. ഈ അമേരിക്കയുടെ പക്കലുള്ള ഈ സ്വർണത്തിൻ്റെ കരുതൽ ശേഖരം അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട്, ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള പല കഥകളുണ്ട്. പക്ഷേ ഇതുവരെ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റും ഇത് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ട്രംപ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു, ഈ നിലവറ, ഫോർട്ട് നോക്സിലെ നിലവറ തുറന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏതാണ്ട് 425 ബില്യൺ, അതായത് 37.5 ലക്ഷം കോടി രൂപയുടെ സ്വർണ്ണമാണ് 1936 മുതൽ അവിടെ കരുതി വെച്ചിരിക്കുന്നത്. 74 വരെ, 74 ശേഷം അത് തുറന്നിട്ടില്ലല്ലോ. അപ്പം ഇപ്പോഴത്തെ അന്നത്തെ കണക്കനുസരിച്ച് 37.5 ലക്ഷം കോടി, 37 ലക്ഷം കോടിയല്ല, 37 ലക്ഷമല്ല, 37 കോടിയുമല്ല, 37.5 ലക്ഷം കോടി രൂപയുടെ, അതായത് 425 ബില്യൻ്റെ സ്വർണ്ണം ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ട്രംപ് സർക്കാർ ഇപ്പോൾ ഇത് എന്തുകൊണ്ട് തുറക്കുന്നു എന്ന് ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ഇത് തുറന്നു പരിശോധനയുടെ ഫലം പുറത്തു വന്നാൽ ലോക സമ്പദ്ഘടനയെ വലിയ തോതിൽ ബാധിക്കും. ഒന്ന്, ഈ സ്വർണം അവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇനി സ്വർണം അവിടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ടും ലോകത്തെ വലിയ തോതിൽ ബാധിക്കുന്ന റിസൾട്ടായിരിക്കും. സ്വർണം ആസിറ്റീസ് അവിടെ ഉണ്ടെങ്കിൽ, ഈ പറയുന്ന പോലെ 4500 ടൺ സ്വർണവും അവിടെ ഉണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നതും വലിയ മാറ്റം ലോകത്തുണ്ടാക്കും. ഇനി സ്വർണം അവിടെ ഇല്ലെങ്കിൽ അത് അതീവ ഗുരുതരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമുക്കതിലേക്ക് വരാം. അപ്പോൾ നമ്മളിത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പലപ്പോഴും ആദ്യം പറഞ്ഞില്ലെന്നുള്ളൂ, പ്രേക്ഷകർ ഇത് നിർബന്ധമായും കേൾക്കണം. ഇനി എന്തിനിത് പരിശോധിക്കുന്നു? അപ്പോൾ ട്രംപ് പറയുന്നത്, ഈ അവിടെ ഇരിക്കുന്ന സ്വർണം ഔൺസിന് $42.22 എന്നാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു ഔൺസ് സ്വർണത്തിന് $42.22 വില. പക്ഷേ ഇന്ന് ലോകത്ത് അത് 50 വർഷം മുമ്പത്തെ വിലയാണ്. ആ 50 വർഷം മുമ്പത്തെ വിലയാണ് ഇപ്പോഴും കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് 37.5 ലക്ഷം കോടി ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ രാജ്യാന്തര വില ഔൺസിന് $2950 ഉണ്ട്. അപ്പോൾ 39കളിലെ വില വെച്ചിട്ട് അതാണ് 42.22 എന്ന് വെച്ച് കണക്കാക്കുന്നു. പക്ഷേ ഔൺസിൻ്റെ ഇപ്പോഴത്തെ വില
$2,950. എത്ര ഇരട്ടിയാണ്? എത്ര ഇരട്ടി? അപ്പോൾ ഈ സ്വർണം 4,500 ടൺ സ്വർണവും അവിടെ ഉണ്ട് എന്ന് കണക്കാക്കിയാൽ സ്വർണത്തിൻ്റെ ഇപ്പോഴത്തെ മൂല്യം എന്ന് പറയുന്നത് $750 ബില്യൺ ആയിട്ട് മാറും. ഏതാണ്ട് 65 ലക്ഷം കോടിയിൽ ഏറെയായിട്ട് മാറും. അപ്പോൾ നിലവിൽ കണക്കൂട്ടിയതിൻ്റെ ഇരട്ടിയിലേറെ വരും. ഇരട്ടിയിലേറെ വരും എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാണ് സ്വർണം അവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്? അമേരിക്കൻ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുക. അമേരിക്കൻ സമ്പദ്ഘടന ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഡോളർ ശക്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പം ഈ 50 വർഷം മുമ്പുള്ള ഔൺസിന് $42.22 എന്ന നിലയ്ക്ക് വെച്ച് കണക്ക് കൂട്ടിയിട്ടും ഇപ്പോൾ ഡോളർ പവർഫുള്ളാണ്. അത് ഔൺസിന് 29.50 നിലയിൽ കണക്കാക്കുകയും $2,980 എന്ന നിലയിൽ കണക്കാക്കപ്പെടുകയും അത് 65 ലക്ഷം കോടി രൂപയായി മാറുകയും ചെയ്ത ഡോളറിൻ്റെ ഭയങ്കരമായിട്ട് പവർഫുള്ളാവും. അപ്പോൾ ലോകത്ത് ഡോളർ ഷൂട്ടപ്പ് ചെയ്യും. ഡോളറിൻ്റെ വില കുതിച്ചു കയറും. അപ്പോൾ എന്താ വെച്ചാൽ വെല്ലുവിളിക്കാൻ പോലും പറ്റാത്ത അത്രയും വെല്ലുവിളിക്കാൻ പറ്റാത്ത തരത്തിൽ ഡോളർ കുതിച്ചു കയറും. അമേരിക്ക ഇപ്പോഴും ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാണ്. പക്ഷേ അമേരിക്കയെ ആർക്കും ചെറുക്കാൻ കഴിയാത്ത സാമ്പത്തിക ശക്തിയായിട്ട് മാറും. 2, സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടും. ഇപ്പോൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ലോകത്ത് ഡോളർ ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻ കുറഞ്ഞു. ഡോളർ എന്ത് വാങ്ങണമെങ്കിലും പെട്രോളിയം ക്രൂഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങണമെങ്കിൽ ഡോളർ ഉപയോഗിച്ച് വാങ്ങണമെന്നായിരുന്നു അലിഖിത നിയമമായിരുന്നു. അത് മാറിയ നമ്മൾ വാങ്ങിയത് ഇന്ത്യൻ കറൻസിയിലാണ്. നമ്മൾ UAE-യിൽ നിന്നും സൗദിയിൽ നിന്നും ദിർഹംസ് കൊടുത്ത് എണ്ണ വാങ്ങുന്നു. റഷ്യ യുവാൻ വഴി വാങ്ങുന്നു. അങ്ങനെ ഡോളർ ഡീസ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഡോളറിൻ്റെ സാധ്യത കുറഞ്ഞിട്ടുണ്ട്. ഡോളറിന് പകരം വേറെ കറൻസികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പോലും പുതിയ കറൻസി ബ്രിക്സ് പോലും ഒക്കെ ആലോചിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഡോളറിൻ്റെ അപ്രമാദിത്വം ഇല്ലാതാകുന്ന ഒരു കാലാവസ്ഥയിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ സ്വർണം അവിടെ മുഴുവനും ഉണ്ട് എന്ന് വന്നാൽ ഡോളറിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അജയ്യമായി മാറും. ഈ സ്വർണം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? കാരണം സ്വർണം ഇപ്പോൾ അവിടെ ചില തിയറികളുണ്ട്, ചില ഇലൂമിനാറ്റി തിയറി എന്നൊക്കെ പറയുന്നത് ഈ സ്വർണം ഈ പറഞ്ഞതുപോലെ 4,500 ടൺ സ്വർണം അവിടെ ഉണ്ടെന്നുള്ളത് സങ്കല്പം മാത്രമാണ്. അതൊക്കെ പല കാലത്ത് പലരും കടത്തിക്കൊണ്ട് പോയിട്ട് ഉണ്ട്. എങ്ങനെയുള്ള തിയറികളൊക്കെ അമേരിക്കയിലുണ്ട്. അതുകൊണ്ടാണ് 51 വർഷമായിട്ട് പരിശോധിച്ചിട്ടില്ല. ഈ 51 വർഷത്തിനിടയ്ക്ക് ഈ സ്വർണത്തിൽ ആരെങ്കിലും സ്വർണം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ കുറവുണ്ടോയെന്നൊന്നും അറിയത്തില്ല. 51 വർഷമായിട്ട് തുറന്നിട്ടില്ല. മാറ്റിയിട്ടുണ്ടെന്നുള്ള തിയറികൾ അമേരിക്കയിൽ ശക്തമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രീപത്മനാഭസ്വാമി അതുപോലെയാണ്. 51 വർഷമായിട്ട് തുറക്കാത്തതാണ്. അപ്പോൾ തുറക്കാൻ പോവാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സ്വർണം അത്രയും ഉണ്ടെങ്കിൽ ലോകത്ത് വലിയ കൊള്ളക്കമാണ്. ഇനി സ്വർണം അത്രയും ഇല്ലെങ്കിലോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ലോകത്ത് ഒരു വർഷം 2 ലക്ഷം ടൺ സ്വർണം മൈൻ ചെയ്തെടുക്കുന്നു കണക്ക്. ഈ 2 ലക്ഷം ടൺ സ്വർണത്തിൻ്റെ 17% ലോകത്തിലെ വിവിധ കേന്ദ്ര ബാങ്കുകൾ, നമ്മുടെ എന്ന് വെച്ചാൽ റിസർവ് ബാങ്കാണ്, അതുപോലെ അമേരിക്കയിലാണ് US മിൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര സർക്കാരുകളിലും അല്ലെങ്കിൽ കേന്ദ്ര ബാങ്കുകളുമാണ് ലോകത്ത് ഖനനം ചെയ്തെടുക്കുന്ന സ്വർണത്തിൻ്റെ 17% സൂക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം, ഫോർട്ട് നോക്സ് തുറന്നു. ഫോർട്ട് നോക്സ് 1953 ലാസ്റ്റ് ഓഡിറ്റ് നടന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് തുറക്കുകയാണ്. തുറന്നു കഴിയുമ്പോഴത്തേക്ക് സ്വർണം, ഇപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. 1971 മുതൽ US ഈ സ്വർണ്ണ നിലവാരം, അതായത് ഡോളറിൻ്റെ വില എന്ന് പറയുന്നത് സ്വർണ്ണത്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന രീതി ഉപേക്ഷിച്ചു. നമ്മൾ പണ്ടും പറയുമായിരുന്നു, നമ്മൾ 1 രൂപ അടിക്കുമ്പോൾ 1 രൂപയുടെ സ്വർണ്ണം റിസർവ് ബാങ്കിൽ വെച്ചിട്ടാണ് അടിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിന് മൂല്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ സ്വർണം വെക്കുന്നുണ്ട്. പക്ഷേ ആ രൂപയ്ക്ക് തത്തുല്യമായ നമ്മൾ അച്ചടിക്കുന്ന നോട്ടിൻ്റെ അത്രയും സ്വർണം വെക്കുന്നില്ല, എന്നാലും ആനുപാതികമായി സ്വർണം വെക്കുന്നു. ഗോൾഡ് സ്റ്റാൻഡേർഡ്, അതായത് 1971 മുതൽ അമേരിക്കയും സ്വർണ്ണ നിലവാരം ഉപേക്ഷിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ബിൻഡ് തുറക്കുകയാണ്, അല്ല ഫോർട്ട് നോക്സ് തുറക്കുന്നു. 4,500 ടൺ സ്വർണ്ണമുണ്ട് എന്ന് വരുന്നു. ഇപ്പോഴത്തെ വിലയനുസരിച്ച് 65 ലക്ഷം കോടി അല്ലേ, 65 ലക്ഷം കോടി രൂപയുടെ സ്വർണം ഇപ്പം വില കണക്ക് പറയുന്ന 37 ആണെങ്കിലും ഇപ്പോഴത്തെ വാല്യൂ വെച്ച് ഔൺസ് വില വെച്ച് കൂട്ടിയാൽ 65 ലക്ഷം കോടിയുടെ സ്വർണ്ണം അവിടെയുണ്ട്. അത് തുറക്കുമ്പോൾ 4,500 ടൺ സ്വർണം അവിടെ ഇല്ല. ഉണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഡോളറിന് വില കൂടും, സ്വർണത്തിന് വില കൂടും, ഡോളർ അജയ്യമായിരിക്കും. ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഞെട്ടിപ്പിക്കുന്ന ചോദ്യമാണ്. ലോക സമ്പദ്ഘടനയ്ക്ക് വലിയ ആഘാതമായിരിക്കും. ഡോളർ തവിടുപൊടിയായിട്ട് വീഴും. ഒന്നത്. രണ്ടാമത്തെ കാര്യം, അമേരിക്കൻ സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമില്ലാതാവും. ശരിയല്ലേ? 50 വർഷമായിട്ട് അമേരിക്കൻ ജനങ്ങളുടെ ഒരു സേഫ്റ്റി, സാമ്പത്തിക ഭദ്രതയുടെ അടിസ്ഥാനം എന്ന നിലയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം അവിടെയില്ല. സർക്കാർ സൂക്ഷിച്ച സ്വർണം സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പോയി. ഗവൺമെൻറ്റിനെ എങ്ങനെ വിശ്വസിക്കും?
ഇത് അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും ആശങ്കയുള്ളൂ. അമേരിക്കയിൽ ഇത്രയും സൈനിക ഫോർട്ട് നോക്സിലെ മിലിറ്ററി ക്യാമ്പിൻ്റെ ടാങ്ക് യുദ്ധ പരിശീലനം നടത്തുന്ന പട്ടാള ക്യാമ്പിൻ്റെ നടുക്ക് കൊച്ചിരുന്ന ഫോർട്ട് നോക്സിലെ സ്വർണം കാണാതെ പോയി. അപ്പോൾ ഇന്ത്യയിലെ സ്വർണം, ബ്രിട്ടനിലെ സ്വർണം, പാകിസ്ഥാനിലെ സ്വർണം, ഈ സ്വർണത്തിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ആശങ്ക ലോക സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാവത്തില്ലേ? സ്വാഭാവിക രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കരുതൽ ശേഖരമാണ്. അമേരിക്കയ്ക്ക് പോലും അത് സൂക്ഷിക്കാൻ പറ്റുന്നില്ല. ഈ ടാങ്ക് യുദ്ധം പരിശീലിപ്പിക്കുന്ന മിലിറ്ററി ബേസിൻ്റെ നടുക്ക് വെച്ചിരുന്ന ഫോർട്ട് നോക്സിലെ സ്വർണം കാണാനില്ല. അപ്പോൾ നമ്മുടെ സ്വർണം ഇരിക്കുന്ന നാഗ്പൂരിലും ഒക്കെ ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ഈ സ്വർണത്തിൻ്റെ അവസ്ഥ എന്താണെന്ന ചോദ്യം ഇന്ത്യയിൽ ഉയരാം, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഉയരാം. അതായത് മൊത്തത്തിൽ ഭരണകൂടങ്ങളോടുള്ള വിശ്വാസ്യത തകരും. അപ്പോൾ ലോകത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ട്രംപ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ചിലർ പറയുന്നുണ്ട് ട്രംപിന് വേണമെങ്കിൽ ആ സ്വർണം അവിടെ ഇല്ലാതിരിക്കട്ടെ എന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു തിയറി ഇപ്പോൾ അമേരിക്കയിലുണ്ട്. കാരണം ട്രംപ് ഇപ്പോൾ പറയുന്നു ഈ സ്വർണം വെച്ചുള്ള പരിപാടിയും ഈ ഡോളർ വെച്ചുള്ള പരിപാടിയൊക്കെ അങ്ങ് നിർത്തണം. ഇനി നമ്മൾ കരുതലായിട്ട് സൂക്ഷിക്കേണ്ടത് സ്വർണ്ണമല്ല, ഉള്ള സ്വർണം സർക്കാർ സൂക്ഷിക്കുന്നു. ഓരോ സർക്കാരുകൾ വന്നിട്ട് അത് അവിടെ നിന്ന് വിഡ്രോ ചെയ്യുന്നു, അത് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാനിത് കണ്ടുപിടിച്ചു, എന്നാലും നാളെയും ഇത് സംഭവിക്കാം. അതുകൊണ്ട് ഇനി സ്വർണം വേണ്ട, സ്വർണം അവിടെ ഇരുന്നാലല്ലേ എടുത്തുകൊണ്ട് പോകത്തുള്ളൂ. അതിന് പകരമായി നമുക്ക് ഡിജിറ്റൽ ആസ്തികൾ, ഡിജിറ്റൽ അസറ്റുകൾ മതി എന്നുള്ള ഒരാശയം ട്രംപിനുമുണ്ട്, മസ്കിനുമുണ്ട്. ഡിജിറ്റൽ അസറ്റിൽ ഇന്ന് ലോകത്ത് ഏറ്റവും വിലയുള്ളത് ബിറ്റ്കോയിനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ ഉള്ളത് ഏതാണ്ട് അമേരിക്കയുടെ പക്കൽ ഏതാണ്ട് 2 ലക്ഷം ബിറ്റ്കോയിനുകളുണ്ടെന്നാണ് പറയുന്നത്. ഈ 2 ലക്ഷം ബിറ്റ്കോയിനുകളിൽ ഭൂരിഭാഗവും അമേരിക്ക ഈ വിവിധ നിയമ നടപടികളുടെ ഭാഗമായി പിടിച്ചെടുത്താണ്. ബിറ്റ്കോയിൻ്റെ പേരിൽ തട്ടിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ആ സാധനം അമേരിക്ക ടേക്ക് ഓവർ ചെയ്യും. അങ്ങനെ 2 ലക്ഷം ബിറ്റ്കോയിൻ ഇന്നിപ്പോൾ അമേരിക്കയുടെ കയ്യിലുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ ഉള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. അപ്പോൾ ഈ സ്വർണ്ണ നിക്ഷേപം തകർന്നാൽ, സ്വർണം അവിടെ ഇല്ല, സ്വർണത്തിൻ്റെ വിശ്വാസ്യത, ഫോർട്ട് നോക്സിലെ സ്വർണത്തിൻ്റെ അളവ് കുറഞ്ഞ് സ്വർണ്ണ നിക്ഷേപത്തിൽ ലോകത്തെമ്പാടും വിശ്വാസ്യത കുറഞ്ഞാൽ സ്വർണത്തിന് പകരമുള്ള നിക്ഷേപമായിട്ട് അമേരിക്ക മുന്നോട്ട് വെക്കാൻ പോകുന്നത് ബിറ്റ്കോയിൻ ആയിരിക്കും. അപ്പോൾ ലോകം മുഴുവൻ അതിനെ ഫോളോ ചെയ്യേണ്ടതും ബിറ്റ്കോയിൻ വളരെ കുറച്ചേ ലോകത്തുള്ളൂ. ബിറ്റ്കോയിൻ്റെ വില ഷൂട്ടപ്പ് ചെയ്യും. അപ്പോൾ മസ്കും ട്രംപും ബിറ്റ്കോയിൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, ഡിജിറ്റൽ ആസ്തിക്ക് വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത് എന്നൊരു ആശങ്ക കൂടിയുണ്ട്. അപ്പോൾ ഏതായാലും അമേരിക്കയുടെ സ്വർണം എത്രയുണ്ട് എന്നത് ഒരു വലിയ ആശങ്കയാണ്. ലോക സമ്പദ്ഘടനയെ സ്വർണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത്. നമ്മൾ സാമ്പത്തിക വിദഗ്ധനല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ നമുക്കറിയില്ല. ഈ വാർത്ത ഇപ്പോൾ ലോക സാമ്പത്തിക ഫോറങ്ങളിൽ ചർച്ചയാണ്. അമേരിക്ക ഫോർട്ട് നോക്സിലെ സ്വർണത്തെക്കുറിച്ച് അസസ്മെൻറ്റ് നടത്താൻ, ഓഡിറ്റ് നടത്താൻ ട്രംപ് സർക്കാർ, മസ്ക് തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഓർക്കുന്നില്ലേ, 4-5 മാസം മുമ്പ് നമ്മുടെ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് നമ്മൾ 100 ടൺ സ്വർണം പ്രത്യേക വിമാനത്തിൽ സൈനിക വിമാനങ്ങളുടെ അകമ്പടിയോടെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് 8,500 ടൺ സ്വർണ്ണമുണ്ട്. ഇന്ത്യക്ക് എത്ര സ്വർണ്ണം ഉണ്ടെന്ന് അറിയാമോ? ഇന്ത്യക്ക് 821.1 822.1 ടണ്ണാണ് നമ്മുടെ കരുതൽ ശേഖരം. അതിൽ 413.8 ടണ്ണും നമ്മൾ വിദേശ രാജ്യത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സൂക്ഷിച്ചിരുന്നു. 1991 ചന്ദ്രശേഖരൻ്റെ കാലത്ത് നമ്മുടെ പക്കലുണ്ടായിരുന്ന ഈ കരുതൽ സ്വർണം പണയം വെച്ച് നമ്മൾ കാശ് വാങ്ങി. ആ കടമൊക്കെ മോദി വന്നതിന് ശേഷം അത് വീട്ടി, എന്നിട്ട് ആ സ്വർണം തിരിച്ചെടുത്ത് 100 ടൺ സ്വർണം നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഇന്ത്യ ഗവൺമെൻറ്റും സ്വർണം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഈ മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷം നമ്മൾ 27.5 ടൺ സ്വർണം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ സ്വർണം നമ്മൾ നാഗ്പൂരിലുള്ള റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനത്താണ് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഫോർട്ട് നോക്സിൽ അത്രയും പട്ടാളത്താവളത്തിലൊന്നും അല്ലെങ്കിലും നമ്മൾ അതീവ സുരക്ഷാ സന്നാഹങ്ങളിലൂടെയാണ് നമ്മുടെ പക്കലുള്ള നമ്മുടെ സ്വർണവും നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഏതായാലും 413.8 ടൺ ഇപ്പോഴും വിദേശത്താണ്. 822.1 നമ്മുടെ ടൺ ആണ് നമ്മുടെ ഇന്ത്യയുടെ കരുതൽ സ്വർണം. അപ്പോൾ ഇന്ത്യൻ കറൻസി കൂടുതൽ പവർഫുൾ ആവണമെങ്കിൽ നമ്മുടെ സ്വർണ്ണ നിക്ഷേപം കൂടി വരണം. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ 27 ടൺ വാങ്ങി. അപ്പോൾ മോദിയുടെ കാലത്ത് ഇനി കൂടുതൽ സ്വർണം വാങ്ങാനുള്ള നീക്കം നടക്കുമായിരിക്കും. പക്ഷേ ഇതെല്ലാം അമേരിക്ക, ട്രംപ്, മസ്ക് ചേർന്നിട്ട് ഈ ഫോർട്ട് നോക്സിലെ സ്വർണ്ണ നിലവറ തുറന്ന് കണക്കെടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും ലോക സമ്പദ്ഘടന എന്ന് പറയുന്നത് നമ്മളെയും ആശങ്കപ്പെടുത്തുന്നതാണ്. ഏതായാലും ആ നിലവറ തുറക്കട്ടെ, നിലവറയിലെ രഹസ്യങ്ങൾ പുറത്തു വരട്ടെ. അത് നമ്മളെ ഉൾപ്പെടെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.